പീരുമേട്ടിൽ ആദിവാസി യുവതി കൊല്ലപ്പെട്ടത് ആന ചവിട്ടിയല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കൊലപാതകമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സീതയുടെ ഭർത്താവ് കസ്റ്റഡിയിലാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ജോസിൽ ചേരുന്നതാണ്. സീതയുടെ ഇന്നലെ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോകവേ കാട്ടാനയുടെ ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടത് എന്നായിരുന്നു വാർത്തകളായി പുറത്തെത്തിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പം മുമ്പാണ് പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സീതയുടേത് ആന ചവിട്ടിയുള്ള കൊലപാതകമല്ല, ആന ചവിട്ടിയല്ല കൊല്ലപ്പെട്ടത്, കൊലപാതകമാണ് എന്ന് തന്നെ ബോധ്യമാവുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ഇതിൻ്റെ വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, ഇന്നലെ വരെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കാടിനുള്ളിൽ എന്നായിരുന്നു കേട്ടിരുന്നത്. വലിയ ജനരോഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആന ചവിട്ടി അല്ല എന്ന് പറയുന്നു, കൊലപാതകമാണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? ഭർത്താവ് എങ്ങനെയാണ് കസ്റ്റഡിയിലാകുന്നത്? അജിംഷാദ്, ഇന്നലെ ഈ കാട്ടാന ആക്രമിച്ചു എന്ന രീതിയിലാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ബിനു മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. ഈ ആന മറവിൽ നിന്ന് വന്ന് ഇയാളെ അടക്കം ആക്രമിച്ചു എന്ന രീതിയിലാണ് മാധ്യമങ്ങളോടും പോലീസിനോടും എല്ലാം ഇയാൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അതിൽ നിന്ന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത്തരത്തിലൊരു കാട്ടാന ആക്രമിച്ചതിന്റെ ഒരു ലക്ഷണവും ഇതിൽ ഈ മൃതദേഹത്തിൽ കാണാനില്ല. പക്ഷേ ശക്തമായ രീതിയിലുള്ള ആക്രമണം, മനുഷ്യനാക്രമിച്ച രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മൃഗീയമായി തന്നെ ഈ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടുമുണ്ട്. തലയ്ക്ക് ഇടതുവശത്ത് ശക്തമായ ക്ഷതമുണ്ട്, പുറംതലയ്ക്കും കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലുണ്ട്. ഇടത് കൈത്തണ്ടയിൽ ശക്തമായി മനുഷ്യന്റെ കൈകൊണ്ട് പിടിച്ചതിന്റെ പാടുകളുണ്ട്. അതുപോലെ തന്നെ തല കൈകൊണ്ട് പിടിച്ച് ഏതെങ്കിലും കട്ടിയുള്ള പ്രദേശത്തേക്കോ ഒന്നെങ്കിൽ മരത്തിലേക്കോ കല്ലിലേക്കോ പിടിച്ചിടിച്ചതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ പ്രധാനമായും പറയാനുള്ളത്, ഇടതുവശത്തെ 6 വാരിയല്ലുകളും വലതുവശത്തെ 7 വാരിയല്ലുകളും തകർന്നിട്ടുണ്ട്. അതിൽ 2 വാരിയല്ലുകൾ ശ്വാസകോശത്തിലേക്ക് കയറിയ നിലയിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ശരീരം നിലത്തുകൂടി വലിച്ചഴിച്ചതിന്റെ ലക്ഷണങ്ങളുണ്ട്. പക്ഷെ അടിനാവിക്ക് ചവിട്ട് കിട്ടിയതിൻ്റെതായ ലക്ഷണങ്ങൾ, ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വെളിവായിരിക്കുന്നത്. പക്ഷെ ഇതൊരു കാട്ടാനയോ മറ്റ് വന്യമൃഗങ്ങളോ ആക്രമിച്ചതിന്റെ ലക്ഷണമല്ല എന്നുള്ളതാണ് പോലീസ് ഈ ഫോറൻസിക് സർജൻ വ്യക്തമാക്കുന്നത്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഭർത്താവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അജിൻഷാദ്, അതായത് ഈ വനത്തിനുള്ളിൽ വിറക് ശേഖരിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് സീതയെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് ആദ്യം കാട്ടാനയാണ് ആക്രമിച്ചതെന്ന് ഈ ബിനു പറഞ്ഞാണ് പുറത്തറിയുന്നത്. അങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ വരുന്നതും മറ്റു കാര്യങ്ങൾ രൂപപ്പെടുന്നതും. പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജോസിൽ സൂചിപ്പിച്ചതുപോലെ ഉള്ള കാര്യങ്ങളാണ് പുറത്തെത്തുന്നത്. അതായത് ഒരു നീണ്ട സംഘർഷം ഉണ്ടായിരിക്കുന്നു, ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു, അങ്ങനെയൊക്കെയാണ് സീത കൊല്ലപ്പെട്ടത് എന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം. അതായത് കൊലപാതകമാണ്, അല്ലേ ജോസിൽ? തീർച്ചയായിട്ടും അജിംഷാദ്, അത്തരത്തിൽ ഉള്ള ഒരു റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇവരെ ഈ പൊതുസമൂഹവുമായി അങ്ങനെ അടുത്ത ബന്ധം സ്ഥാപിക്കാത്ത ഒരു ആദിവാസി വിഭാഗമാണ്. ഈ മലമ്പണ്ടാരം ആദിവാസി ഗോത്രം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അത് ഒരു 10-12 കുടുംബം മാത്രമാണ്. ഈ വളരെ കുറച്ച് അംഗസംഖ്യയുള്ള ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ. ഈ സർക്കാർ പട്ടികജാതി വർഗ വകുപ്പ് ഇവർക്ക് വീടും അതുപോലെ തന്നെ മറ്റ് അരി അടക്കമുള്ള ഇതെല്ലാം കൊടുത്ത് നാട്ടിൽ പാർപ്പിക്കാൻ ശ്രമിച്ചാലും ഈ പകൽ സമയങ്ങളിൽ ഇവർ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് ഇവരുടെ ഒരു കാലങ്ങളായി സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണ് അവർ വനത്തിലേക്ക് പോയത്. ഈ വനത്തിനുള്ളിൽ വെച്ച് ഈ ഭർത്താവും ഭാര്യയുമായി എന്തെങ്കിലും സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള, പക്ഷേ ഭർത്താവ് പറയുന്നത് കാട്ടാന ആക്രമിച്ചതാണ് എന്നാണ്. പക്ഷേ അങ്ങനെ കാട്ടാന ആക്രമിച്ചതല്ല, ഇതൊരു മനുഷ്യൻ ആക്രമിച്ചതാണെന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത്. അജിംഷാദ്.